കെ.സി. വേണുഗോപാൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി.ജെ.പിയുടെ ഒരു ഉപവിഭാഗമായി മാറിയിരിക്കുകയാണെന്നും നിഷ്പക്ഷത പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം ശക്തമായി ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്റെ പ്രസംഗത്തിനിടെ ഉണ്ടായ ഒരു വാക്കുപിശക് അപ്പോൾ തന്നെ തിരുത്തിയിട്ടും വെറും 24 മണിക്കൂറിനുള്ളിൽ കമ്മീഷൻ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ച നടപടിയെ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഇതിന് വിപരീതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചും പ്രസംഗിച്ചിട്ടും കമ്മീഷൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് എന്തും പറയാനും ചട്ടങ്ങൾ ലംഘിക്കാനും കമ്മീഷൻ അനുവാദം നൽകുകയാണെന്നും ഇത് ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ പാർലമെന്റിലെ വോട്ടെടുപ്പിനെ കുറിച്ച് തെറ്റായ രീതിയിൽ പുറത്ത് സംസാരിച്ചതിന് പ്രധാനമന്ത്രിക്കെതിരെ പ്രിവിലേജ് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പക്ഷപാതപരമായ നിലപാടുകൾക്കെതിരെ പ്രതിപക്ഷം ഒന്നിച്ചു നിൽക്കുമെന്നും കമ്മീഷണറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികളെക്കുറിച്ച് ഗൗരവകരമായി ആലോചിക്കുന്നുണ്ടെന്നും പറഞ്ഞാണ് അദ്ദേഹം തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ മുഴുവൻ പ്രതികരണ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ കാണേണ്ട വിചിത്രമായിട്ടുള്ള കാര്യം, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നഗ്നമായ ഉദാഹരണം ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ വന്നിരിക്കുന്നത്. കാരണം മല്ലികാർജുന ഖാർഗെ പ്രസംഗിച്ച് പത്രസമ്മേളനം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്, നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്ലിപ്പ് ഓഫ് ടങ് വന്നു. അത് അവിടെ വെച്ച് തന്നെ അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ടെററിസ്റ്റ് എന്ന് പറഞ്ഞ വാചകം ഉപയോഗിക്കുന്നില്ല, ടെററൈസ് ചെയ്യുന്നു, CBI, ED അതുപോലുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ആളുകളെ ടെററൈസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അത് അവിടെ വെച്ച് തന്നെ ക്ലാരിഫൈ ചെയ്തു, 2-3 പ്രാവശ്യം ക്ലാരിഫൈ ചെയ്തു. അതിന് 24 മണിക്കൂറിനകം, ഒരു മിനിറ്റ് പോലും വൈകിയിട്ടില്ല, കോൺഗ്രസ് അധ്യക്ഷനും LOPയും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ ഖാർഗെജിക്ക് അവർ നോട്ടീസ് അയച്ചു ഇലക്ഷൻ കമ്മീഷൻ. അതിന് സമയം കൊടുത്തതോ ഇന്നലത്തെ ഞങ്ങളുടെ കത്തിൽ പറയും 24 മണിക്കൂറിനകം റിപ്ലൈ ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പാർലമെൻറ്റിലെ വനിതാ സംവരണ ബില്ലെന്ന പേരിൽ കൊണ്ടുവന്ന ഡീലിമിറ്റേഷൻ ബില്ല്, അതിനെ എതിർത്ത് തോൽപ്പിച്ചതിൻ്റെ പിന്നാലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് നടത്തിയിട്ടുള്ള പ്രഭാഷണം, അത് മുഴുവൻ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമായിരുന്നു, നഗ്നമായ ലംഘനമായിരുന്നു. എന്നുവെച്ചാൽ ഒഫീഷ്യൽ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇതുപോലെ രാഷ്ട്രീയം പ്രസംഗിച്ച ഒരു കാലം ഉണ്ടായിട്ടുണ്ടാവില്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. കോൺഗ്രസിൻ്റെ പേര് 50ഓളം തവണ എടുത്തു പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തോടുള്ള അഭിസംബോധന ഉണ്ടായത്. മാത്രമല്ല പാർലമെൻറ്റിലെ വോട്ടെടുപ്പിനെ കുറിച്ചാണ് പരാമർശം മൊത്തം. 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, നഗ്നമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ലംഘനമാണത്. പരാതി കൊടുത്തു പ്രതിപക്ഷ പാർട്ടികൾ, ഒരു നടപടിയുമില്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് ഒരു നോട്ടീസും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പ്രധാനമന്ത്രിക്ക് ക്ലീൻ ചിട്ട്, എന്ത് പറയാനും എന്ത് പ്രസംഗിക്കാനും ഏത് ഏജൻസികളെ ദുരുപയോഗപ്പെടുത്താനും പെരുമാറ്റച്ചട്ടം ലംഘിക്കാനും പ്രധാനമന്ത്രിക്ക് ക്ലീൻ ചിട്ട് നൽകുന്ന ഇലക്ഷൻ കമ്മീഷൻ ഒരു നോൺ ഇഷ്യൂവിൻ്റെ പേരിൽ, ഇല്ലാത്ത പ്രശ്നത്തിൻ്റെ പേരിൽ കോൺഗ്രസ് അധ്യക്ഷന് നേരെ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് BJPയുടെ ഡിപ്പാർട്ട്മെൻറ്റായി മാറുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് മാത്രമേ നടക്കുകയുള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ, അല്ലാതെ വേറെ ആരും പറഞ്ഞാൽ നടക്കില്ല. പ്രധാനമന്ത്രിയുടെ ഈ ചട്ടലംഘനത്തിൽ തുടർ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നീക്കങ്ങൾ? അല്ല, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രിവിലേജ് നോട്ടീസ് കൊടുത്തു. അത് ചട്ടലംഘനം മാത്രമല്ല, സത്യത്തിൽ അവകാശ ലംഘനം കൂടിയാണ് സഭയോടുള്ള. സഭയിലെ വോട്ടെടുപ്പിനെ കുറിച്ച് പുറത്ത് പ്രസംഗിക്കുക എന്ന് പറയുന്നത്, അവിടെ വോട്ടെടുപ്പിൽ അംഗങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, പാർലമെൻറ്റ് അംഗങ്ങൾ അവർ വോട്ടെടുപ്പ് നടത്തി. ആ വോട്ടെടുപ്പിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ആ വോട്ടെടുപ്പിൽ പങ്കെടുത്തവരെല്ലാം വളരെ മോശക്കാരാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിനെതിരായി പ്രിവിലേജ് നോട്ടീസ് സ്പീക്കർക്ക് നൽകിയിട്ടുണ്ട്, രേഖാമൂലം നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റു നിയമ നടപടികളും ഞങ്ങൾ ആലോചിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പദവിയിൽ നിന്ന് നീക്കാനുള്ള ഒരു രണ്ടാമത്തെ ശ്രമം പ്രതിപക്ഷം നടത്തുന്നുണ്ടല്ലോ, അത് ഏതുവരെ? ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാട്ടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്ര നഗ്നമായിട്ടുള്ള പാർഷ്യാലിറ്റിയാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയറായി പാർഷ്യലായിട്ട് നിൽക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കാണിക്കേണ്ട ഒരു മര്യാദയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്.